ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കേരള ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എക്കോസ് അക്രോസ് ഏജസ് എന്ന സീരീസിലെ ദ ലിവിംഗ് വാട്ടേഴ്സ് ഓഫ് കേരള എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ഈ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡായ ബിറ്റ്വീൻ ദ ഘാട്ട്സ് ആൻഡ് ദ സീ നിങ്ങൾ ഇതിനകം കേട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് കേരളത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെ നിശബ്ദമായി കേരളത്തിന്റെ വിധി എഴുതി എന്നതായിരുന്നു. അതിൽ നമ്മൾ പശ്ചിമഘട്ടത്തെക്കുറിച്ചാണല്ലോ പ്രധാനമായും പറഞ്ഞത്. ഞാൻ പറഞ്ഞുവല്ലോ, കേരള ചരിത്രത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ്. അതിൽ പശ്ചിമഘട്ടത്തോളം പ്രാധാന്യമുള്ള മറ്റൊന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നദികളിലാണ്. അവിടെ നിന്ന് തന്നെ നമ്മൾക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. കേരളത്തിലെ വാട്ടർ ബോഡീസിനെ കുറിച്ച് പഠിക്കാമെന്ന്. അതിൽ പലതുമുണ്ട് കേട്ടോ. നദികൾ, കായലുകൾ, തടാകങ്ങൾ എല്ലാം. അതിനെക്കുറിച്ചെല്ലാം നമുക്കിന്ന് ഒന്ന് മനസ്സിലാക്കാം. ദ ലിവിംഗ് വാട്ടേഴ്സ് ഓഫ് കേരള എന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കഴിഞ്ഞ എപ്പിസോഡിനും ഈ എപ്പിസോഡിനും ഇടയ്ക്ക് നമ്മുടെ കഥാനായികയിൽ വന്ന ഒരു മാറ്റം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇനി മുതൽ കേരള എന്നത് കേരളം ആയി മാറിയത്. കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതിനത്ര പ്രസക്തിയൊന്നുമില്ല. പക്ഷേ കേരളത്തിന് പുറത്ത് ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഐ എം ഫ്രം കേരള എന്ന്, അല്ലേ? അത് മാറി ഐ എം ഫ്രം കേരളം എന്ന് വേണം ഇനി പറയാൻ. എനിക്കെന്റെ പോഡ്കാസ്റ്റിന്റെ പേര് എക്കോസ് ഓഫ് കേരളം എന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പതുക്കെ ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള ചരിത്രം ഒരു വലിയ ടോപ്പിക്കാണ്. അത് ചെറിയ ചെറിയ ടോപ്പിക്കാക്കി ഏകദേശം 10-12 മിനിറ്റുള്ള ചെറിയ എപ്പിസോഡാക്കി ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. വെൽക്കം ടു ദ ലിവിംഗ് വാട്ടേഴ്സ് ഓഫ് കേരള. കേരളത്തിന്റെ ചരിത്രത്തിൽ വിധിനിർണായകമായ ഒരു ഘടകമാണ് സമുദ്രം. ഈ സമുദ്രങ്ങൾ കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിക്കാൻ നിയോഗിക്കപ്പെട്ടവയായിരുന്നു. പുരാതന കാലം തൊട്ടേ കേരളത്തിന്റെ കടൽ തീരം മറ്റു പലരെയും ആകർഷിച്ചിരുന്നു. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം ഏകദേശം 600 കിലോമീറ്ററാണ്. ആലപ്പുഴയിലും കണ്ണൂരും അത് 82 കിലോമീറ്റർ വീതവും, തിരുവനന്തപുരത്ത് 78, കോഴിക്കോട് 71, മലപ്പുറവും കാസർഗോഡും 70, തൃശ്ശൂരിൽ അത് 54 കിലോമീറ്റർ, എറണാകുളത്ത് 46, കൊല്ലത്ത് 37 എന്നിങ്ങനെ പോകുന്നു. സമുദ്രതീരത്തിന്റെ ദൈർഘ്യമനുസരിച്ച് കേരളത്തിൽ ഒട്ടേറെ തുറമുഖങ്ങളും ഉണ്ടായിരുന്നു. അവയിൽ ഓരോന്നിന്റെയും പ്രാധാന്യം കാലം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു. പഴയ തലമുറയിലെ തുറമുഖങ്ങളിൽ ചിലതാണ് മുസിരിസ്, തിണ്ടീസ്, ബറക്കെ, നെൽക്കിണ്ട എന്നിവ. പിന്നീടാണ് കൊല്ലവും കോഴിക്കോടും കൊച്ചിയും തുറമുഖങ്ങളൊക്കെ പ്രാധാന്യമുള്ളവയായത്. കോഴിക്കോട് തുറമുഖത്തിന്റെ പ്രാധാന്യം നമ്മൾ കോഴിക്കോട്ടങ്ങാടി എന്ന എപ്പിസോഡിൽ കേട്ടതാണല്ലോ. കേരള ചരിത്രം നോക്കിയാൽ കോഴിക്കോട് തുറമുഖം അത്ര പഴയതൊന്നുമല്ല. മുസിരിസ്, തിണ്ടീസ്, ബറക്കെ, നെൽക്കിണ്ട എന്നിവ പ്രാചീന തുറമുഖങ്ങളായിരുന്നു. കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങളെക്കുറിച്ച് ഞാൻ വേറൊരു എപ്പിസോഡ് പിന്നീട് ചെയ്യുന്നതായിരിക്കും. കേരളത്തിലെ മറ്റു ചില പഴയ തുറമുഖങ്ങളിൽ ചിലതാണ് അഞ്ചുതെങ്ങ്, തങ്കശ്ശേരി, പള്ളിപ്പുറം, കണ്ണൂർ, തലശ്ശേരി എന്നിവ. ഈ തുറമുഖങ്ങളിൽ പലതിലും യൂറോപ്യൻ കോട്ടകളുടെ നാശാവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കെല്ലാം അറിയാമല്ലോ, യഹൂദമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും സമുദ്രത്തിലൂടെയാണ് കേരളത്തിൽ എത്തിയത് എന്ന്. 1498, അതായത് 1498 വാസ്കോഡഗാമ കോഴിക്കോട്ട് വന്നിറങ്ങിയതിനു ശേഷമാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ കടൽ വഴി കേരളത്തിലെത്തിയത്. സഹ്യാദ്രി കാരണം ഇന്ത്യയുടെ മറ്റു ഭാഗത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിരുന്ന കേരളത്തെ ആ വഴിക്ക് നഷ്ടപ്പെട്ടതും അതിൽ അധികവും വിപുലവുമായ വിദേശബന്ധം സമ്പാദിച്ചു തരുന്നതിൽ ഈ സമുദ്രങ്ങൾ നമ്മെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നദികളെക്കുറിച്ച് മനസ്സിലാക്കാം. കേരളത്തിൽ 44 നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് എന്ന് നമ്മൾ കേരള ചരിത്രത്തിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞുവല്ലോ. അതിൽ 41 നദികൾ വെസ്റ്റ് അഥവാ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഈസ്റ്റ് അഥവാ കിഴക്കോട്ട് 3 ഒഴുകുന്നു.
100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികളാണ് കേരളത്തിലുള്ളത്. അതായത് ഈ 44 നദികളിൽ 11 നദികളാണ് 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ളത്. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഒരു നദിയായി കണക്കാക്കപ്പെടണമെങ്കിൽ ഏകദേശം 15 കിലോമീറ്റർ നീളമെങ്കിലും വേണം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറും കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കാസർഗോഡുള്ള മഞ്ചേശ്വരം പുഴയുമാണ്. മഞ്ചേശ്വരം നദി 16 കിലോമീറ്റർ മാത്രം നീളമാണുള്ളത്. പെരിയാറിന് ഏകദേശം 250 കിലോമീറ്റർ നീളവും. കേരളത്തിന്റെ ജീവരേഖ എന്ന പേരുകൂടി പെരിയാറിനുണ്ട്. നമ്മൾ ഇനി പറയാൻ പോകുന്ന നദികൾക്കെല്ലാം ഒന്നിൽ കൂടുതൽ പേരുകളുണ്ട്. പെരിയാറിന്റെ പഴയ പേര് ചോർണി എന്നാണ്. നിങ്ങൾ ഏതെങ്കിലും ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ ചോർണി എന്ന പേര് കണ്ടെന്ന് വരാം. ഈ പെരിയാർ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ള ആലുവ പുഴയും കാലടിപ്പുഴയും. ഇനി നമ്മൾക്ക് ഭാരതപ്പുഴയെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാം. ഭാരതപ്പുഴ ഏകദേശം 209 കിലോമീറ്ററാണ് നീളം. പെരിയാർ 250, അതായത് 250 കിലോമീറ്റേഴ്സും ഭാരതപ്പുഴ 209 കിലോമീറ്ററുമാണ് നീളം. ഭാരതപ്പുഴയുടെ പ്രാചീന പേരാണ് പേരാർ. ഭാരതപ്പുഴയെ കേരളത്തിന്റെ നൈൽ എന്നും വിളിക്കാറുണ്ട്. ഭാരതപ്പുഴയ്ക്ക് നിള എന്ന പേരുമുണ്ട്. പൊന്നാനിപ്പുഴയും ഇതേ ഭാരതപ്പുഴ തന്നെയാണ്. ഇനി നമ്മൾക്ക് പമ്പ നദിയെക്കുറിച്ച് മനസ്സിലാക്കാം. പമ്പ നദി 177 കിലോമീറ്ററാണ് നീളം. പ്രാചീന കാലത്ത് പമ്പയുടെ പേര് ബാരിസ് എന്നായിരുന്നു. തിരുവിതാംകൂറിന്റെ ജീവനാഡിയായിട്ടാണ് പമ്പയെ കരുതുന്നത്. കേരളത്തിലെ പുണ്യനദിയായി കണക്കാക്കപ്പെടുന്നത് പമ്പ നദിയാണ്. ഇനി അടുത്തൊരു പ്രധാന നദി ചാലിയാറാണ്. ചാലിയാറിന് 170 കിലോമീറ്ററാണ് നീളം. കല്ലായിപ്പുഴ, ബേക്കൽപ്പുഴ എന്നീ പേരുകളുമുണ്ട് ചാലിയാറിന്. ബാക്കിയുള്ളവയെല്ലാം താരതമ്യേന ചെറിയ നദികളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് കേട്ടോ. 12 നദികളുണ്ട് കാസർഗോഡ്. ഇതൊക്കെയാണ് പ്രധാന നദികളുടെ വിശേഷങ്ങൾ. ഈ 44 നദികളും കേരള ജനതയുടെ ചരിത്രത്തിലും സാംസ്കാരിക ജീവിതത്തിലും വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് ബാക്കിയുള്ള ചില ജലാശയങ്ങളെക്കുറിച്ച് കൂടി പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നദികളെ സംബന്ധിച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. 3 നദികൾ സംഗമിക്കുന്ന, അതായത് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്ന ഈ 3 നദികൾ സംഗമിക്കുന്ന ഒരു സ്ഥലം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് മൂന്നാർ. നമ്മൾ പർവ്വതങ്ങളെക്കുറിച്ച്, നദികളെക്കുറിച്ച്, സമുദ്രങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചു. ഇനിയുള്ളതാണ് കായലുകൾ. സമുദ്രതീരത്തിന് സമാന്തരമായി കിടക്കുന്ന കായലുകളും തോടുകളും നമ്മൾക്ക് ധാരാളമുണ്ട്. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായൽ. ഇവയെക്കുറിച്ചും നമ്മൾ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട്, തടാകങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഈ കേരളം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ മൊത്തം 44 നദികളാണ് ഉള്ളതെന്ന്. കേരളത്തിൽ മൊത്തം എത്ര കായലുകളാണുള്ളതെന്നറിയാമോ? 34 എണ്ണം. ഇത്രയും കായലുകൾ കേരളത്തിലുണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ 34 കായലുകളിൽ 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ബാക്കിയുള്ള 7 എണ്ണം ഉൾപ്രദേശങ്ങളിലാണ്. കേരള ചരിത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് ഈ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളെ കുറിച്ചാണ്. കേരളത്തിലെ കായലുകളിൽ പ്രഥമ സ്ഥാനമുള്ളത് വേമ്പനാട്ട് കായലിന് തന്നെയാണ്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം ഈ 3 ജില്ലകളായിട്ടാണ് വേമ്പനാട്ട് കായൽ കിടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ. 96 കിലോമീറ്ററാണ് വേമ്പനാട്ട് കായലിന്റെ നീളം. വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത് 6 നദികളാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ച 44 നദികളിൽ 6 എണ്ണം വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മീനച്ചിലാർ, അച്ചൻകോവിലാർ, മണിമലയാർ, പമ്പ, പെരിയാർ, മൂവാറ്റുപുഴയാർ. നദികളെ പോലെ തന്നെ കായലുകൾക്കും പല സ്ഥലങ്ങളിൽ പല പേരാണ് കേട്ടോ. കൊച്ചിയിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് വീരമ്പുഴ, കൊച്ചിക്കായൽ എന്നൊക്കെയാണ്. അതേസമയം കുട്ടനാട്ടിൽ ഇത് പുന്നമട കായലാണ്.
പുന്നമടക്കായൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. ഞാൻ ഇതുവരെ നെഹ്റു ട്രോഫി വള്ളംകളി നേരിട്ട് കണ്ടിട്ടില്ല. എന്നാലും ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി നമ്മുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ അവതാരകരായ ഹാഷ്മിയും ശ്രീകണ്ഠൻ നായരുമെല്ലാം നമുക്ക് വള്ളംകളി നേരിട്ട് കാണുന്ന ഒരു പ്രതീതി ഉണ്ടാക്കി തരാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അവരുടെ അവതരണം ആസ്വദിക്കാറുണ്ട്. നിങ്ങൾ നെഹ്റു ട്രോഫി വള്ളംകളി നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആലപ്പുഴ ഭാഗത്ത് വേമ്പനാട്ട് കായലിന് വേറൊരു പേരാണ് കേട്ടോ. അതാണ് കൈതപ്പുഴ കായൽ. ഇനി നമ്മൾക്ക് പറയാനുള്ള ഒരു പ്രധാന കായലാണ് അഷ്ടമുടിക്കായൽ. ഈ അഷ്ടമുടിക്കായൽ പൂർണ്ണമായും കൊല്ലം ജില്ലയിലാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്ന പെരുമൺ ദുരന്തം അഷ്ടമുടിക്കായലിലാണ് സംഭവിച്ചത്. 1988 അതായത് 1988. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. അത് അഷ്ടമുടിക്കായലിലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ മൺട്രോത്തുരുത്തും അഷ്ടമുടിക്കായലിലാണ്. അഷ്ടമുടിക്കായലിൽ ഒരൊറ്റ ആറ് മാത്രമാണ് വന്ന് യോജിക്കുന്നത്. അതാണ് കല്ലടയാർ. കല്ലടയാറ് അഷ്ടമുടിക്കായലിനോട് യോജിക്കുന്ന സ്ഥലത്തിനോട് അനുബന്ധിച്ചാണ് മൺട്രോൺ തുരുത്ത്. കടലുമായി യാതൊരു ബന്ധവുമില്ലാതെ ഉൾപ്രദേശങ്ങളിൽ 7 കായലുകളുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ഈ കായലുകളിൽ ഏറ്റവും പ്രധാനം ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഒരേ ഒരു ശുദ്ധജല തടാകമാണ്, അതായത് ഫ്രഷ് വാട്ടർ ലേക്കാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ കുടിവെള്ളത്തിന്റെ ഒരു സോഴ്സാണ് ഈ ശാസ്താംകോട്ട കായൽ. ഇനി നമ്മൾക്ക് ഇത്രയൊക്കെ കടലിനെക്കുറിച്ചും കായലിനെക്കുറിച്ചും തടാകങ്ങളെക്കുറിച്ചൊക്കെ കേട്ടത് എന്തിനാണെന്ന് നോക്കാം. ബോറടിച്ചോ നിങ്ങൾക്ക്? കേരളത്തിന്റെ 44 നദികളും അനന്തമായി വളഞ്ഞു കിടക്കുന്ന 34 കായലുകളും ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള കനാലുകളും ഇവയെല്ലാം ചേർന്നുണ്ടാക്കിയ അത്ഭുതകരമായ ജലപാത ശൃംഖലയാണ് നൂറ്റാണ്ടുകളോളം കേരളത്തിന്റെ വ്യാപാര ജീവിതത്തെ മുന്നോട്ട് നീക്കിയത്. മലനാടുകളിൽ പിറക്കുന്ന സ്പൈസസ് കടലിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ആദ്യ പടിയാണ് ഈ ജലഗതാഗതം. കുരുമുളക്, ഏലയ്ക്ക, കയർ എത്ര ഭാരമുള്ള ചരക്കായാലും നദികളിലൂടെ തുറമുഖങ്ങളിലേക്ക് താരതമ്യേന എളുപ്പത്തിലെത്തിക്കാം. ഈ ചരക്കുകൾ നമ്മുടെ നദികൾ വഴി വരുന്നതും നോക്കി റോമിൽ നിന്നും അറേബ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വന്നിരുന്ന വ്യാപാരികൾ സ്വർണവും പട്ടും മറ്റു വിലമതിക്കാനാവാത്ത വസ്തുക്കളും കയ്യിൽ പിടിച്ച് കാത്തു നിൽക്കും. ആധുനിക പാതകളും റോഡുകളും ഇല്ലാതിരുന്ന കാലത്ത് മരങ്ങളും ഭാരമേറിയ വസ്തുക്കളും അരിയും മസാലകളും കുറഞ്ഞ ചെലവിൽ ഏറ്റവും വിശ്വസനീയമായി ഏറെ ദൂരം കൊണ്ടുപോകാൻ സാധിച്ചത് ഈ ജലപാതകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് നൂറ്റാണ്ടുകളോളം മസാലകളുടെ ഏകാധിപത്യം കേരളം നിലനിർത്തിപ്പോന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കായലുകൾ ചിലയിടത്ത് അഴിമുഖങ്ങൾ അഥവാ എസ്റ്റ്യൂറി മുഖേന സമുദ്രവുമായി ചേരുന്നുവെന്ന്. കേരളത്തിലെ ചില പ്രധാനപ്പെട്ട അഴിമുഖങ്ങളിൽ ചിലതാണ് ചേറ്റുവ, കൊടുങ്ങല്ലൂർ, കൊച്ചി, നീണ്ടകര ഇവയെല്ലാം. കടലും നദിയും സംഗമിക്കുന്ന തീരപ്രദേശങ്ങൾ കോട്ടകൾ ഉയർന്ന സ്ഥലങ്ങളായി മാറി. പള്ളിപ്പുറം കോട്ട, കൊടുങ്ങല്ലൂർ കോട്ട അങ്ങനെ പോകുന്നു. ഇവയിലൂടെ ഭരണാധികാരികളും പിന്നീട് കോളനി അധിപതികളും കടന്നുവരുന്ന കപ്പലുകൾ നിരീക്ഷിക്കുകയും നികുതി ഈടാക്കുകയും വ്യാപാരികളെ നിയന്ത്രിക്കുകയും ചെയ്തു. ഈ കോട്ടകൾ ഇങ്ങനെ നദികളിലൂടെയും കായലുകളിലൂടെയും എത്തുന്ന ചരക്കുകൾ സൂക്ഷിക്കുന്ന ഗോഡൌൺസ് അല്ലെങ്കിൽ വെയർഹൗസുമായിരുന്നു. ഇന്നെത്തിയ ചരക്ക് നാളെ കപ്പലിൽ കയറ്റി കൊണ്ടുപോകില്ല കേട്ടോ. അനുകൂല കാലാവസ്ഥ ആകുന്നതും നോക്കി കാറ്റ് അനുകൂലമായി വീശിയാൽ മാത്രമേ കപ്പലുകൾ കരവിടൂ. അനുയോജ്യമായ മൺസൂൺ കാറ്റ് കാത്തിരുന്ന് പിന്നീട് യാത്ര തുടരുകയും ചെയ്യും. ഇങ്ങനെയാണ് പ്രകൃതിദത്ത ജലപാതകൾ നിയന്ത്രിത വ്യാപാര മേഖലകളായി രൂപാന്തരപ്പെട്ടത്. നമ്മൾ ഇതുവരെ വെസ്റ്റേൺ ഘാട്സ് അഥവാ സഹ്യപർവ്വതത്തിനെ പറ്റിയും കേരളത്തിലെ നദികൾ, കായലുകൾ, തടാകങ്ങൾ, മലനാട്, ഇടനാട്, തീരപ്രദേശം എല്ലാത്തിനെ പറ്റിയും ഇവയെല്ലാം മനോഹരമായി ഇന്റർകണക്ട് ചെയ്യുന്ന പ്രകൃതിദത്തമായ കേരളത്തിലെ ജലപാത, അതായത് വാട്ടർ നെറ്റ്വർക്കിനെ പറ്റിയും എല്ലാം മനസ്സിലാക്കി. ഇനി കേരളത്തിൻ്റെ ഭൂപ്രകൃതി എങ്ങനെ കേരളത്തിൻ്റെ ചരിത്രം എഴുതി എന്ന് മനസ്സിലാക്കാൻ കേരളത്തിൻ്റെ കാലാവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇത്രയും മതി. ഇതൊക്കെ തന്നെ ഓർത്തിരിക്കണമെങ്കിൽ പലതവണ കേൾക്കേണ്ടി വരും. എക്കോസ് അക്രോസ് ഏജസിലെ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നത് സീസൺസ് ദാറ്റ് ഷേപ്ഡ് us. നമ്മളെ നാം ആക്കാൻ നമ്മുടെ സംസ്കാരം, ഉത്സവങ്ങൾ എല്ലാം തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ സീസൺസ്.
കേരളത്തിൻ്റെ ഭൂപ്രകൃതി നന്നായി മനസ്സിലാക്കിയ ശേഷം നമ്മൾക്ക് കേരളത്തിൻ്റെ ചരിത്രകാലരേഖയിലേക്ക്, അതായത് ടൈം സീരീസിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ദ ലിവിംഗ് വാട്ടേഴ്സ് ഓഫ് കേരള എന്ന ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.